വിശ്വാസമാണെന്ന് തുടങ്ങട്ടെ സത്യപരീക്ഷ. ശാലിനി തനിക്കെന്തൊരു ഭ്രാന്ത് പിടിച്ചോ? വിഷ്ണുവേട്ടൻ എന്നെ തടയരുത്. സത്യാമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അമ്മ ഒരു പ്രദക്ഷിണം ആയില്ലേ, നൃത്തം പറ. 7 പ്രദക്ഷിണം, അതിന് മാറ്റമില്ല. ഇവളിത് 7 പൂർത്തിയാക്കോ? മോളെ ശാന്തിച്ച് പേടിക്കണ്ട. ഈ പരീക്ഷയിൽ ജയിക്കണം ശാലിനിക്ക്. വിഷ്ണുവേട്ടനൊപ്പം ജീവിച്ചില്ലെങ്കിലും ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആരുടെയും സഹായം പാടില്ല. ആ കുട്ടി എന്നെ നടക്കട്ടെ. അമ്മ ഒന്ന് നൃത്തം പറയാമ്മേ. 7 ശാലിനി അയാളുടെ കയ്യും ബാലേന്ദ്രനൊക്കെ വെറും വേസ്റ്റ്. കാറിടിച്ചിട്ടപ്പോ ഇവളുടെ കാൽമുട്ട് വഴി കയറ്റി ഇറക്കിയാ മതിയായിരുന്നു. സത്യം കൂടെ ഉണ്ടെങ്കിൽ ഭയം വേണ്ട. ആ കുട്ടി വിജയിക്കും. മുമ്പ് ഇവിടെ പല അനുഭവങ്ങളും നടന്നിട്ടുണ്ട്. കാലം മാറിയപ്പോൾ ആചാരക്രമങ്ങളും മാറി. ശ്രീകോവിലിനെ ചുറ്റിയായി പ്രദക്ഷിണം. സത്യത്തിന് തുണയായി ദേവി ഉണ്ടാകും. നന്നായി പ്രാർത്ഥിച്ചോളൂ. കുഞ്ഞേ,
ചേട്ടാ ഒന്ന് വേഗം വിടുവോ? ആ ശരി. കുഞ്ഞെ ചേട്ടാ ഒന്ന് വേഗം പോണേ. ആ പോവാ. ശാലിനി കുഞ്ഞെ, പൊന്നി എന്തായി? ഞങ്ങൾ ഇതുവരെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല കുഞ്ഞെ. പ്രീതി കുഞ്ഞിന് ഇതുവരെയും ബോധം തെളിഞ്ഞില്ല. പൊന്നി പേടിക്കാതെ, അവിടെ എത്തിയ കാഷ്വാലിറ്റിയിൽ അറ്റൻഡൻസ് ഉണ്ടാവുമല്ലോ, അവരെ സഹായത്തിന് വിളിച്ചാ മതി. ഡോക്ടർ പ്രീതിയെ പരിശോധിക്കുമ്പോഴേക്കും ഞാൻ ഉണ്ടാവും അവിടെ. ശരി കുഞ്ഞെ, എനിക്ക് പേടിയായിട്ട് വയ്യ. പേടിക്കണ്ട പൊന്നി, ഞാൻ ഉണ്ടാവും. ആ എന്നാ വെച്ചോ, ഞാൻ ദാ എത്തി. പ്രീതി കുഞ്ഞെ, ശാലിനി, ഞാനിപ്പോ മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്താ ഉള്ളത്. ഞാൻ അങ്ങോട്ടല്ല. നന്നായി അർജുനേട്ടാ, ഞാൻ എത്തുന്നത് വരെയുള്ള കാര്യങ്ങള് ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണേ. ശാലിനി, ഞാനിതാ എത്തി. ചേട്ടാ ഒന്ന് വേഗം പോവോ? ആ പോവാ. പ്രീതി കുഞ്ഞെ, പ്രീതി കുഞ്ഞെ, എന്തിനാണ് അമ്മ നമ്മളിപ്പോ ശാലിനിക്ക് പിന്നാലെ പോകുന്നത്? സത്യപരീക്ഷ പൂർത്തിയാക്കാതെ അവൾ ഇത്ര തിടുക്കത്തിൽ എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് അറിയണല്ലോ. ഇന്ന് എനിക്ക് രണ്ടിലൊരു തീരുമാനം അറിയണം, നാളത്തെ സൂര്യോദയത്തിന് മുൻപേ. സാർ, പ്രീതി, പ്രീതി, അറ്റൻഡർ. പ്രീതി, 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 പ്രീതി. ഇത് മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണല്ലോ. ഹോസ്പിറ്റലിലേക്കോ? അത് കുഴപ്പമാണല്ലോ. ആ എന്തിനാ ആന്റി, അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ. അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ.
നിക്ക് വാസണ്ടോ? പ്രീതി എന്ന പേഷ്യന്റിനുള്ള മെഡിസിൻസാ. പൊയ്ക്കോ ആ. ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഇനിയും വൈകിയ പ്രീതിക്ക് വേദന കൂടുമല്ലോ. പക്ഷേ ഇവരിവിടെ നിൽക്കുമ്പോ ഡോക്ടർ വന്ന ഞാനല്ല പേഷ്യന്റ് എന്ന് മനസ്സിലാവും. എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയാ നീ സത്യപരീക്ഷ പൂർത്തിയാക്കാതെ ഓടിപ്പോന്നത് അല്ലടി? അത് മനസ്സിലായില്ലേ ആന്റി? കർപ്പൂരം കയ്യിൽ കത്തിച്ച് മുട്ടിലെഴയുമ്പോഴേ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ടാ 4 കാലും പറിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ ഓടി വന്നത്. പേടിക്കണ്ട ശാലിനി, ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോ പെയിനൊക്കെ മാറിക്കോളും. സുസ്മിത വേണ്ട. നാണമില്ലേടാ നിനക്ക്? ശാലിനിയും നീയുമായി ദാമ്പത്യ ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് ദൈവത്തിന് മുന്നില് കർപ്പൂരം ഒഴിഞ്ഞ് നീ എനിക്ക് സത്യം ചെയ്തു തന്നത്. അത് പൊള്ളയല്ലെങ്കിൽ നിന്നെ വഞ്ചിച്ചതിന്റെ ജീവിക്കുന്ന തെളിവാ ഇപ്പം മരുന്ന് കിറ്റും പിടിച്ച് മുന്നിൽ ഈ നിൽക്കുന്നത്. അത് കാക്കുമെന്ന് ഞാൻ അമ്പലനടയിൽ വെച്ച് കൊടുത്ത വാക്ക്. ശാലിനിയെ ഈ ലോകം മൊത്തം പരിഹസിച്ചോട്ടെ, ചവിട്ടി തേച്ചോട്ടെ. വിഷ്ണുവേട്ടന്റെ വിശ്വാസം മാത്രം മതി ശാലിനിക്ക് കൂട്ടിന്. ഇവളിനി എന്ത് സത്യം പറയാനാ? കാളി ഭഗവതി ശക്തിയുള്ളതാടി. സത്യപരീക്ഷയ്ക്ക് തൊട്ടു പിന്നാലെ ഭഗവതി തന്നെ കാണിച്ചു തന്നില്ലേ ഞങ്ങൾക്ക് സത്യം എന്താണെന്ന്. അപ്പൊ നടക്കട്ടെ ആന്റി, നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ. ദൈവമേ, എന്ത് കുബുദ്ധിയാണോ സുസ്മിതയുടെ തലയിൽ ഉദിച്ചിരിക്കുന്നത്. DNA ടെസ്റ്റ്, അതല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പ്. 2 വഴിയിൽ ഒന്നേ നിനക്ക് മുന്നിൽ ബാക്കിയുള്ളൂ ശാലിനി. ഈ പേപ്പർ മുൻപ് നിനക്ക് തന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയവളാ നീ. ഇന്ന് നിന്നെ ഞാൻ വിടില്ല. പ്രീതിക്ക് പെയിൻ കൂടിയും തോന്നുന്നു. ഇത് തന്നെ ഏറ്റവും വലിയ അവസരം. പേഷ്യൻസ് ആരോ അകത്തുണ്ടല്ലോ. ആ, ഒരുപക്ഷെ ശാലിനി പറയുന്നത് ശരിയായിരിക്കും ആന്റി. ഫ്രണ്ടിനെ കാണാൻ വന്നതായിരിക്കും ശാലിനി. ഒരു മെഡിസിൻ കിറ്റ് കയ്യിൽ കണ്ടതുകൊണ്ടോ മെറ്റേണിറ്റി വാർഡിൽ നിൽക്കുന്നതുകൊണ്ടോ ഗർഭമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഫ്രണ്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു.
ആ ഫ്രണ്ടിനോട് കൂടി ഒന്ന് ചോദിച്ച് സത്യം ഉറപ്പിക്കാലോ ആന്റി. അത് വേണോ മോളെ? അത് വേണോ ആന്റി? നാളെ ഒരു മനസ്താപം വേണ്ട. പ്ലീസ് ആന്റി, ശാലിനിക്ക് അവസാനമായിട്ടൊരു ചാൻസ് കൂടി കൊടുക്ക്. ശാലിനിക്ക് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നേ. ശരി വാ. നിക്ക്. ഞാൻ തയ്യാറാ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തരാൻ ഞാൻ തയ്യാറാ. ശാലിനി, അമ്മേ അമ്മ ശാലിനി പറയുന്നത് സത്യമായിരിക്കും അമ്മേ. ശാലിനി ഇവിടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നായിരിക്കും. ആ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ പറയിക്കാം സത്യം. അയ്യേ, വിഷ്ണുവേട്ടൻ എന്താ ഇങ്ങനെ? പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളെ അന്യപുരുഷന്മാര് കാണാറുണ്ടോ? അതും മറയ്ക്കുള്ളിലൊക്കെ കിടക്കുന്നവരെ. പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ ശാലിനി? ആ കുറ്റവാളി നീ തന്നെയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ബാക്കി നോക്കാൻ എനിക്കറിയാം. സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടാനെന്നല്ല, കാണാൻ കൂടി കിട്ടില്ല നിനക്ക്. വാ മോളെ. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരട്ടെ. എന്താ അർജുനേട്ടാ ഇത്? ഈ ത്യാഗത്തിന് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ശാലിനി. പ്രീതിയുടെ കുഞ്ഞു പിറക്കുമ്പോ
ആ കവളിൽ ആദ്യത്തെ ഉമ്മ കൊടുക്കാനുള്ള അവകാശം. അത് അത് മാത്രം മതി എനിക്ക്. ശാലിനി, അർജുനേട്ടൻ അവരൊക്കെ എത്തും മുമ്പ് പ്രീതിയെ വീട്ടിലെത്തിക്കാൻ നോക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശാലിനി, അല്ല, എവിടെ? ശാലിനിയുടെ വേറൊരു ഫാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. പ്രീതി, എവിടെ എന്റെ പൊന്നുമോൾ പ്രീതി? എന്ത് പറയും ഭാമയോട്? പെട്ടല്ലോ ഭഗവാനെ. രാഘവേട്ടനോടെ ചോദിച്ചത്. ഏ? മോളെ നീയും നോക്കി അവൾ എന്തിയെന്ന്. ആ ഇവിടെ നിന്ന് അന്വേഷിക്കായിരുന്നു പ്രീതി. ഞാൻ ടെറസിൽ തുണി വിരിക്കാൻ പോയതമ്മേ. എന്നിട്ട് അച്ഛൻ അറിഞ്ഞില്ലല്ലോ ആ കാര്യം. അച്ഛൻ അറിഞ്ഞില്ലമ്മേ. ഞാൻ പുറത്തെ സ്റ്റെയറിൽ കൂടെ കയറിപ്പോയത്. ശരി ശരി ശരി, നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ടമ്മേ. ഈ വീട്ടിൽ ഇത് എന്താ പറ്റിയേ? ആർക്കും ആഹാരമൊന്നും വേണ്ടേ? ഹാ, ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടേണ്ടി വന്നതിന്റെ സങ്കടം ശാലിനി ഉറ്റതോഴിയോട് പങ്കുവച്ചിട്ടുണ്ടാവും ആന്റി. അപ്പൊ സ്വാഭാവികമായും വിശപ്പ് കെടുവല്ലോ. അതൊന്നുമല്ല, ഞാൻ കുറച്ചു മുമ്പേ കഴിച്ചു. സുസ്മിത എന്റെ കാര്യത്തെ അനാവശ്യമായിട്ട് ഇടപെടാൻ വരരുത്. ഓ, നിന്റെയൊക്കെ തിളപ്പ് തീർന്നടി. അതിനുള്ള വജ്രായുധ ആന്റിയുടെ കയ്യിലിരിക്കുന്നത്. ശാലിനി ഇല്ലെങ്കിൽ നീയൊക്കെ വെറും ഷൂ, കാറ്റുപോയ ബലൂൺ.
അവരത് ചെയ്യും. എന്തിനും മടിക്കാത്തവരാ ബാലചന്ദ്രനും രാജേശ്വരിയും. ഓ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? ഇതിനൊരു സൊല്യൂഷനേ ഉള്ളൂ. മരണശേഷം സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്നും ആർക്കൊക്കെ കൊടുക്കണമെന്നതിനെയും സംബന്ധിച്ച് താനൊരു വിൽപ്പത്രം തയ്യാറാക്കുക. എന്നിട്ടത് സീൽ ചെയ്ത് എന്നെ ഏൽപ്പിക്കുക. ഇനി അഥവാ അവരെന്തെങ്കിലും കള്ളക്കളി നടത്തിയാലും വ്യാജരേഖ ചമച്ചാലും എന്റെ കയ്യിലുള്ള വിൽപ്പത്രത്തിനെ സാധുതയുള്ളൂ. രണ്ടാമതൊരു വിൽപ്പത്രവുമായി അവർ വന്നാലും സംശയാസ്പദമായ മരണത്തിനും വ്യാജരേഖ ചമയ്ക്കലിനും എനിക്ക് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഒരു നുള്ളും മണ്ണ് കിട്ടില്ല എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ജയിലിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. അതൊരു നല്ല വഴിയാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ വിൽപ്പത്രം തയ്യാറാക്കാനുള്ള നടപടികൾ താൻ തുടങ്ങി വയ്ക്കുക. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വിൽപ്പത്രം അല്ലടോ, തന്റെ മരണവാ താൻ ഇരന്ന് വാങ്ങാൻ പോകുന്നത്. അമ്മ എന്തേ പറയുന്നു? മോളെ, അവളെ തടയരുത്. ഏതൊരമ്മയുടെ ആശങ്കയാ ഇത്? നഷ്ടപരിഹാരം സരളയ്ക്ക് പറയാം. എത്രയാണെന്ന് വെച്ചാ അളന്ന് തൂക്കി വെച്ചിരിക്കും മുമ്പിൽ. അത് നമുക്ക് സംസാരിക്കാം ഭാമേ. കുറച്ചുകൂടി പ്രൈവസി വേണം. ശാലിനിയിൽ നിന്ന് എനിക്ക് എന്റെ മകനെ വീണ്ടെടുക്കണം. കാൽ ചുവട്ടിലെ ഈ മണ്ണ് നീ തോണ്ടിയെടുത്താലും എനിക്ക് എന്റെ മകനെ വേണം. ഒരിക്കൽ അമ്മയെ ദൈവമായി കണ്ട എന്റെ മകന്. ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട ഭാമേ. ഇത് എനിക്ക് വേണ്ട ഒരു ഉറപ്പാ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ അത്. ഇനി എനിക്ക് വേറൊരു കാര്യത്തിനുകൂടി വ്യക്തത വേണം ഭാമേ. ഒരിക്കൽ നമ്മളത് ആലോചിച്ചുറപ്പിച്ചതാണല്ലോ. വിഷ്ണുവിന് 7.5 ശനിയായിരുന്നു. അപ്പോ ആ ശനിയെ ഞാനങ്ങ് ഒഴിപ്പിച്ചു വിട്ടു. ശാലിനിയുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലേ? അതല്ലേ പറഞ്ഞത്, ഒഴിപ്പിച്ചു വിട്ടെന്ന്. അവള് പൂർണ്ണ സമ്മതത്തോടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നു. ഇനി വിഷ്ണുമോന്റെ മനസ്സൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്റെ ഇഷ്ടം തന്നെയാ ഇവന്റെ ഇഷ്ടം. അതൊക്കെ നമ്മൾ പറയും. കല്യാണക്കാര്യത്തിലൊക്കെ നേരിട്ട് അഭിപ്രായം കേൾക്കുന്നതല്ലേ നല്ലത്. എന്നാ വിഷ്ണു തന്നെ പറയട്ടെ. വിഷ്ണു, നിന്റെ ഇഷ്ടം പറയാം. ശാലിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിക്കണം. അതിന് ഇതേ ഒരു വഴിയുള്ളൂ. പറയേ. അമ്മ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യും.
ജാതകപ്പൊരുത്തം നമ്മൾ നേരത്തെ നോക്കിയതാണല്ലോ. ഇനി മുഹൂർത്തം കുറിച്ചാ മതി. നമുക്ക് ഒരുമിച്ച് തന്നെ ജോത്സ്യരെ കാണാൻ ഭാമേ. വിഷ്ണുവേട്ടൻ അങ്ങനെ വഴിക്ക് വന്നു. ഇനി ബാക്കി ഞാൻ ഏറ്റു. അളിയൻ എഴുതി തയ്യാറാക്കിയ വിൽപ്പത്രം അളിയന്റെ മുന്നിൽ വെച്ച് തന്നെ കീറിയ മുഖത്തെറിഞ്ഞു കൊടുക്കണം. അതുകൊള്ളാം, അത് നല്ല ഐഡിയ. പക്ഷെ തളർത്തിയിടാന്ന് വെച്ചാ അത് നമ്മളാ ചെയ്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേടാ. അതിന് പുതിയൊരു ഐറ്റം ഉണ്ട് ചേച്ചി. ഒരു കുഞ്ഞിനും പിടികിട്ടില്ല. കഷായം. കഷായോ? അതെ ചേച്ചി, ഇത് ഈ സാധാരണ കഷായമൊന്നുമല്ല. ചില രാസവസ്തുക്കളൊക്കെ ചേർത്ത് തയ്യാറാക്കിയത്. ഇത്തിരി കൂടുതൽ കൊടുത്താ നിന്ന നിൽപ്പിൽ ആള് തട്ടിപ്പോകാനും മതി. ഇത് കൃത്യമായ അളവിൽ കൊടുത്താ കൈയും കാലും തളർന്ന് ഒടിഞ്ഞു കുത്തി എവിടെയെങ്കിലും കിടന്നോളൂ. ശാലിനി പ്രഗ്നന്റ് ഒന്നും അല്ല. ഇത് ആരും രക്ഷിക്കാൻ വേണ്ടിയുള്ള കള്ളോ ഇത്. എടോ അവസാനായിട്ട് പറയാ, ശാലിനി ഇയാളെ അമ്മയുടെ സത്യം നാം തുറന്നു പറ. എടോ അപ്പോ എന്നെ ഇഷ്ടമാണെന്ന് ഇയാള് കള്ളം പറയായിരുന്നല്ലേ? ഒരിക്കലും അല്ല. ഇനി ഒരു 100 ജന്മം ഉണ്ടെങ്കിലും വിഷ്ണുവേട്ടനൊപ്പം ജീവിക്കാൻ സാധിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് ആ വിഷ്ണുവിനാണോ മറ്റൊരു പെണ്ണിനെ വിട്ടുകൊടുക്കുന്നത്? ആണോ? ഈ പ്രപഞ്ചം മുഴുവൻ പകരം വെച്ചാലും വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കില്ല. ഇയാള് സത്യം പറയുന്നത് എങ്ങനെയാ ശാലിനി? എടോ അല്ലെങ്കിൽ ഈ കല്യാണം നടക്കണോ? മനസ്സിലാക്ക്. ഇയാൾ അമ്മയോട് എല്ലാം തുറന്നു പറ. ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. എടോ പറയടോ. എനിക്ക് അല്പം കൂടി സമയം വേണം വിഷ്ണുവേട്ട. അതുവരെ അമ്മ കാത്തിരിക്കില്ല. പറയുകയാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം വിളിച്ചു പറയണം. പറ്റോ? മോളെ എടി ശരി ശാലിനി. മറ്റന്നാള് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നാ ജോത്സ്യർ പറഞ്ഞത്. മറ്റന്നാളോ? അതിത്തിരി അടുത്തുപോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ അമ്മയ്ക്ക് ഇതെന്താ ഇത്രയും പെട്ടെന്ന് നടത്തേണ്ടതിന്? ജാതകപ്പൊരുത്തം നമ്മൾ നേരത്തെ നോക്കിയതല്ലേ. മുഹൂർത്തം മാത്രമേ നമ്മൾ ഇനി നോക്കേണ്ടതായിട്ടുള്ളൂ. ഭാമേ, ഇത്രയും അടുത്ത് ഇനിയുണ്ടാവല്ലോ മുഹൂർത്തം. ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട്, അതല്ലേ പിന്നെ 1 മാസം. ഒരവസരം കിട്ടിയാ ഇയാളങ്ങ് മുതലാക്കുകയാണല്ലോ. ഇയാളുടെ ബലിച്ചോർ ഉരുട്ടി കാക്കയെ കൈതട്ടി വിളിക്കാൻ എനിക്കൊരു മുഹൂർത്തം കിട്ടുന്നത് എന്നാണാവോ? ദൈവമേ, ഭാമാന്റെ എന്ത് തീരുമാനിക്കുമാവോ? രാഘവേട്ട, വിഷ്ണുവും സുസ്മിതയുമായിട്ടുള്ള വിവാഹം നടക്കുമെങ്കിൽ അത് മറ്റന്നാളാ. ഭാമേ, ആൾക്കാരെയൊക്കെ ക്ഷണിക്കാനുള്ള സമയം വേണ്ടേ? രാഘവേട്ട, അധികം ആരെയും ക്ഷണിക്കുന്നില്ല. അത്ര അടുപ്പമുള്ളവരും വേണ്ടപ്പെട്ടവരും മാത്രം. അതെന്താ ഭാമേ അങ്ങനെ? കഴിഞ്ഞ തവണ
നാടടക്കം കൊട്ടിഘോഷിച്ച് ക്ഷണിച്ചു. എന്നിട്ടെന്താ സംഭവിച്ചത്? അതൊന്നും രാഘവേട്ടന് ഓർമ്മയില്ലേ? ദേ, നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല കല്യാണം നടന്നില്ല. എന്നിട്ടും കഥകൾ എന്തൊക്കെയാ നാട്ടിൽ പറഞ്ഞുണ്ടാക്കിയത്. ഇനി കേമമായി കല്യാണം നടന്നാലും കൈയും കഴുകി വന്നിരുന്നിട്ട് നാക്കിലയിൽ ഭക്ഷണവും കഴിച്ച് ഒരേമ്പക്കവും വിട്ട് 4 കൂട്ടി മുറുക്കി 4 കുറ്റവും പറഞ്ഞിട്ട് പോവല്ലേ ഉള്ളൂ. അതിന് ചെലവാക്കാനേ സത്യഭാമയുടെ കയ്യിൽ പണമില്ല. സത്യഭാമയുടെ പണക്കൊഴുപ്പിന്റെ മേനി പറഞ്ഞു നടക്കാൻ ഇനിയൊരു വിശാല സദ്യയുടെ ആവശ്യവുമില്ല. എന്താ സാറിലെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഭാമ എന്ത് തീരുമാനിക്കുന്നോ അങ്ങനെ തന്നെ. ഞാനും അധികം ആൾക്കാരെ ഒന്നും കല്യാണത്തിന് ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആദ്യം കല്യാണം നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ സന്തോഷം അതാ പ്രധാനം. ഇത്ര മതിയോടാ? ഇത് മതി ചേച്ചി, ഇല്ലെങ്കിലേ ആള് തട്ടിപ്പോവും. പക്ഷോ ഇതെങ്ങനെയാടാ വർക്ക് ചെയ്യുന്നത്? ഒരു രാസവസ്തു ചേച്ചി ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. കഷായത്തിലൊരു കമർപ്പുള്ള കാരണം അത് ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. പക്ഷെ അത് റിസ്ക്കാ. ഇത് കുടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കയറി പിടിക്കുന്നത് കരളിലും കിഡ്നിയിലുമാ. അതൊരാള് വീഴും. ഈ പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വന്നാ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് മൂക്കും കുത്തി ഒപ്പിടും അയാള്. അത് തന്നെയാടാ നമുക്കും വേണ്ടത്. എന്നാ ചേച്ചി ഐശ്വര്യമായിട്ട് ഇതൊന്നും കൊണ്ട് കൊടുത്തേ. ആ ചേച്ചി, ഇത് കുടിച്ചൊന്ന് ഉറപ്പാക്കിയേക്കണേ. അതൊക്കെ ഞാൻ ഏറ്റു. എന്തായാലും ഞാനൊരു പെണ്ണല്ലേടാ. എന്നിട്ട് ബന്ധുക്കളെയും നാട്ടുകാരെയും വിവരം അറിയിക്കണം. സ്ട്രോക്ക് ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ മതി. നാവ് തളർന്നു കിടക്കുന്നുണ്ട്. അയാളെ കൊണ്ടൊന്നും പറയാനും പറ്റില്ല. എല്ലാരും വന്ന് കണ്ടു ബോധ്യപ്പെട്ട ശേഷം സംശയമില്ലാതെ വേണം അടുത്ത നീക്കം. ഈ കടലാസ് കിട്ടിയത് നന്നായി ചേച്ചി. ഇതേ കൈപ്പടയിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എഴുതി ചേർക്കാം.
എന്താണോ ഇത്? സോറി. എന്തോന്ന് സോറി? ഹോസ്പിറ്റലിൽ പോവാ ഞാൻ. ഓ ശരി ശരി. ഈ പോക്കാണെങ്കിലേ ഇയാള് ഹോസ്പിറ്റൽ വരെ എത്തത്തില്ല. എന്താ പറ്റിയത്? ഗോപാലേട്ട കണ്ണു തുറക്ക്. ഇതെന്താ നീല നിറത്തിലൊക്കെ? ഗോപാലേട്ട കണ്ണു തുറക്ക്. ഗോപാലേട്ട കണ്ണു തുറക്ക്. ഗോപാലേട്ട ഗോപാലേട്ട എന്താ പറ്റിയത്? നിങ്ങൾ ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഗോപാലേട്ട. എന്താ? രാജേശ്വരി, അവള് കഷായത്തിന് വിഷം. ഗോപാലേട്ട ഒന്ന് നിർത്തണേ, നിർത്തണേ. ചേട്ടാ, ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്ക. ഒന്ന് വരുമോ ചേട്ടാ? ഒന്ന് സഹായിക്കണം. ദാ ഇവിടെ ഉണ്ട്. വരൂ ചേട്ടാ. വേഗം വാ, വേഗം വരൂ. ഒന്ന് പിടിക്കേട്ടാ, ഒന്ന് പിടിക്കും. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. എനിക്ക് ഗോപാലേട്ട, ഗോപാലേട്ട, ഗോപാലേട്ട. ആദിത്യം സ്വീകരിക്കാനല്ല, ഒരു വിശേഷം അറിഞ്ഞു വന്നേ ഉള്ളൂ. എന്തു വിശേഷമാണാവോ? വസുമതി കുഞ്ഞമ്മയുടെ പള്ളി എഴുന്നള്ളത്തിനുള്ള കാരണം? നിന്റെ മകന്റെ പള്ളിക്കെട്ട് തന്നെ വിശേഷം സത്യഭാമേ. അതിന് കുറിയടിച്ച് ക്ഷണം തുടങ്ങിയിട്ടില്ലല്ലോ വസുമതി. ക്ഷണിക്കണമെന്ന് ഈ സത്യഭാമയ്ക്ക് തോന്നുമെങ്കിൽ വിളിക്കും. അപ്പ വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് വായും പൂട്ടി പൊയ്ക്കോണം. നിനക്ക് വിളിക്കണോന്ന് തോന്നിയാ തന്നെ വസുമതിക്ക് വരവ് ബുദ്ധിമുട്ടാവുമല്ലോ സത്യഭാമേ. നിന്റെ മകൻ വിഷ്ണുവിനൊപ്പം എന്റെ മകൻ അർജുനന് നടക്കുക രണ്ടാം കല്യാണം. അതെന്താ ഭാമേ, ശാലിനി ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരയാണോ? അവൾക്കും ഇല്ലേ ഒരമ്മ? ശാരദാമ്മയോട് നീ എന്ത് സമാധാനം പറയും? ശാലിനി ഒഴിവാക്കി വിടുന്നെങ്കിലേ അതിനുള്ള ന്യായമുണ്ട്. എടുത്ത് കാണിക്കാൻഡി. ബന്ധം ഒഴിയാൻ സമ്മതമാണെന്ന് പറഞ്ഞ് അവൾ ഒപ്പിട്ട ആ ഡിവോഴ്സ് പെറ്റീഷൻ. നീ ആരടി വസുമതിയുടെ മുന്നിൽ വന്ന് ചലയ്ക്കാൻ? നീ പറയുന്നത് വേദവാക്യമാക്കി പൂച്ചക്കുഞ്ഞിനെ പോലെ പുന്നാരിക്കുന്ന സത്യഭാമയല്ല നിന്റെ മുന്നിൽ ഓർമ്മ വേണം.
ആവശ്യമില്ലാത്തടത്ത് അനാവശ്യമായ കമന്റ് പറഞ്ഞാൽ അടിച്ച് കരണ പോയിക്കും ഞാൻ. വസുമതി, വെറുതെ ശബ്ദം ഉയർത്തേണ്ട സത്യഭാമേ. ന്യായം എന്റെ ഭാഗത്താ. അല്ലെങ്കിൽ അവൻ പറയട്ടെ ശാലിനെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന്. വിഷ്ണു, ഇവൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. അതിന് തരാൻ മറുപടി ഉണ്ടായിട്ട് വേണ്ടേ സത്യഭാമേ? ഇവിടെ നടന്നത് എന്താണെന്നൊക്കെ ഞാൻ ഊഹിച്ചു. ഇവൾക്കും വിഷ്ണുവിനും വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. വൈദ്യര്, ഒരുതരം കളനാശിനിയാണ് കഷായത്തിൽ ചേർത്തിരിക്കുന്നത്. കൃഷിയിടത്തിലെ പുല്ലും കളയുമൊക്കെ എളുപ്പം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോലൊരു സംഭവം. നേർപ്പിക്കാതെ കുടിച്ചാൽ ആസിഡ് കുടിച്ച പോലുണ്ടാകും. പൊള്ളലും വയറുവേദനയും ഛർദിയും ഉറപ്പ്. ഇതിപ്പോ കഷായത്തിൽ ചേർത്തത് കൊണ്ടാണ് ആ രൂക്ഷഗന്ധം പോലും അറിയാതെ പോയത്. വൈദ്യര്, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. രോഗിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നാളെ നിങ്ങളെന്നെ കുറ്റപ്പെടുത്താൻ ഇടവരരുത്. അതുകൊണ്ടാ. വൈദ്യർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഗോപാലേട്ടന്റെ ആപത്ത് മാറണം, എനിക്ക് അത്രേ ഉള്ളൂ. അല്ല, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിവേഗം ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന കീടനാശിനിയാണിത്. കരളിന്റെയും വൃക്കകളുടെയും ഹൃദയത്തിന്റെയും ഒക്കെ പ്രവർത്തനം പെട്ടെന്ന് തകരാറിലാകും അത് ഉള്ളിൽ ചെന്നാൽ. അയ്യോ വൈദ്യര്, ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. ആളുടെ ജീവൻ പിടിച്ചു നിർത്താൻ വലിയ പ്രയാസമാണെന്നർത്ഥം. അപ്പൊ ചികിത്സയൊന്നും ഇല്ലെന്നാണോ വൈദ്യര് പറയുന്നത്? എളുപ്പത്തിലൊരു മറുമരുന്നില്ല, അതാണ് പ്രശ്നം. താലി കാക്കാൻ കനിവുണ്ടാവണം വൈദ്യര്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ജീവന്റെ കൂടെ എന്റെ ജീവനും പോകും. കുട്ടികൾ അനാഥരാവുന്നുള്ളത് ഉറപ്പ്.
ആ ക്ലീറ്റസേ, ഫോട്ടോഷൂട്ടിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാ വിളിച്ചത്. ആ ആരുടെയാണെന്നോ? ഇയാളിങ്ങ് വന്നാ മതി, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, ഞാൻ വെക്കേ. എന്താ മോളെ, എന്തു പറ്റി? പാർട്ടി നടന്നില്ലേ? പാർട്ടിയൊക്കെ ഭംഗിയായി നടന്നേണ്ടി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്നപ്പോ ആ അപശകുൻ അവിടെ ഉണ്ടായിരുന്നു. ആര്? ശാലിനിയോ? ആ അവള് തന്നെ. അവളെ മോൾ എന്തിനാ ശ്രദ്ധിക്കാൻ പോകുന്നത്? അതൊരടഞ്ഞ അധ്യായം. ഇനി ഒരിക്കലും തുറക്കാനാവാതെ കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കളയിൽ പുകഞ്ഞു തീർന്നോളൂ അവള്. അതല്ല ആന്റി, അവൾ ഇങ്ങോട്ട് കയറി കോർത്തു. എന്താ അവള് പറഞ്ഞത്? ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നൂന്ന് കരുതി ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന്. അവൾക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ലെന്ന്. തോറ്റുപോയവളുടെ സങ്കടം അതങ്ങനെ വിട്ടേക്ക് മോളെ. ആന്റി, അതങ്ങനെ വിടാൻ പറ്റില്ല ആന്റി. നല്ല ആത്മവിശ്വാസത്തിൽ അവളുടെ സംസാരം. ഈ കല്യാണം നടക്കില്ല എന്ന് അവക്കെന്തോ ഉറപ്പുള്ളത് പോലെ. സത്യമായിട്ട് അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ആന്റി. അവൾ എന്ത് പ്ലാൻ ചെയ്യാനാ? മറ്റൊരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടല്ലേ നമുക്ക് അവളെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നത്. അവൾ എന്ത് നാടകം കളിച്ചാലും അത് ഈ സത്യഭാമയ്ക്ക് മുന്നിൽ വില പോവില്ല, കേട്ടോ? ആന്റി, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. ഈ ഒരു വട്ടം കൂടി കല്യാണം മുടങ്ങിയ ജീവനോടെ ഉണ്ടാവില്ല ഞാൻ. അയ്യോ മോളെ. ആന്റി, ഈ കല്യാണം നിശ്ചയിച്ചത് സത്യഭാമയാണെങ്കിലേ അത് നടന്നിരിക്കും മോളെ. ആരൊക്കെ എതിര് നിന്നാലും. എന്തായി? അയാൾ എവിടെ? കാറേ കിട്ടിയോളൂ, അളിയനെ കണ്ടില്ല. അയാൾ പിന്നെ എവിടെ പോയിന്നാ? പെരുന്താന്നി പാലത്തിനപ്പുറത്ത് ഒരു മരത്തിനോട് ചേർന്ന കാറ് കണ്ടത്. ആളപായമൊന്നും ഉണ്ടായതായിട്ട് തോന്നിയില്ല. സംഭവം കണ്ടവരുമില്ല, ചോരക്കറിയൊന്നും എവിടെയും പറ്റിയിട്ടുമില്ല. പിന്നെ അയാൾ എവിടെ പോവാനാ? മാഞ്ഞു പോയോ? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ ചേച്ചി? ഹോസ്പിറ്റൽ മുഴുവൻ നിറങ്ങി. ഗോപാലകൃഷ്ണൻ എന്നൊരു പേരിൽ ഒരാൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോന്ന് വരെ ചോദിച്ചു. എവിടെയുമില്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോയി? ആളിന് തനിയെ എവിടേക്കും പോകാൻ ആരോഗ്യം ഉണ്ടാവില്ല. പരിസരത്തൊക്കെ ഞാൻ തപ്പിയതാ. പിന്നെ സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഒരാള് നമ്മളെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കാനൊന്നും സാധ്യതയില്ല ചേച്ചി. അവശ നിലയിൽ ആരെങ്കിലും കണ്ടാലും നമ്മളെ വിവരം അറിയിക്കേണ്ടതല്ലേ? നീ വളച്ചു കെട്ടത് കാര്യം പറ ബാല. മനുഷ്യന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ആളേനെ അവശ നിലയിൽ കണ്ട ആദ്യം തന്നെ നമ്മളെ സംശയിക്കുന്ന ഒരു വീട്ടുകാരെ ഉള്ളൂ ചേച്ചി. അളിയൻ മിക്കവാറും അവരുടെ സംരക്ഷണയിലായിരിക്കും. എന്നാ കളി മാറുവേ. ഷടാ, ഈ അമ്മ എന്താ ഫോൺ എടുക്കാത്ത? ഇതിപ്പോ നേരം കുറേ ആയല്ലോ. മോളെ, പതുക്കെ കോരട്ടാ.
അച്ഛൻ അമ്മ അച്ഛനെന്തു പറ്റി? അതൊക്കെ പറയാം. അവളെവിടെ ശാലിനി? വിഷ്ണുവേട്ടൻ ഇവിടെ വന്നിരുന്നു. കുടിച്ചു ബോധമില്ലാതെ വന്നത്. ഏട്ടനെ കൊണ്ടാക്കാനായിട്ട് പോയതാ കുഞ്ഞേച്ചി. ഇതിനിടയിൽ അവളും പോരട്ടമ്മ കിടക്കം. അതൊക്കെ ഇവിടെ ഇരിക്കും. കിടക്കണോ? കുറച്ച് കഴിയട്ടെ. കുടിക്കാൻ വെള്ളവും മറ്റും എടുക്കണോ അമ്മേ? നേരം പുലരും വരെ പച്ചവെള്ളം തുടരുതെന്നാ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എവിടെ പോയിന്ന് ഒരു പിടിയുമില്ല. വിഷ്ണു ഇനി വന്നോളും ഭാമേ. രാഘവൻ ഇത് എന്തറിഞ്ഞിട്ടാ? സത്യഭാമയുടെ മകനവൻ. ശത്രുക്കളാണ് നിരവധിയാ. നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ? എന്നോടൊന്നും പറഞ്ഞില്ല. ആ ദാസനെ കമലിനെ മറ്റോ? അവരെയൊക്കെ ഞാൻ വിളിച്ചു. ആർക്കും അറിയില്ല അവൻ എങ്ങോട്ടാ പോയതെന്ന്. എനിക്കൊരു സംശയമുണ്ട് ആന്റി. വിഷ്ണുവേട്ടന് അങ്ങനെ ഒരുപാട് ശത്രുക്കളൊന്നുമില്ല. എങ്കിലും ഒരു ശത്രുവേ ഉള്ളൂ. ആ ശത്രുവിന്റെ അടുത്ത് തന്നെ ആയിരിക്കും വിഷ്ണുവേട്ടൻ. നീ കാര്യം പറ സുസ്മിത. ശാലിനി. അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവും വിഷ്ണുവേട്ടൻ. സുസ്മിതേ, ഭാമയ്ക്ക് ശാലിനോട് വിരോധം ഉണ്ടാക്കി കൊടുക്കാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ട നീ. അവളോട് ഞാനെന്ത് വിരോധം ഉണ്ടാക്കാനാ? ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. നീ കണ്ടോ വിഷ്ണുവേട്ടൻ ശാലിനിയുടെ അടുത്താണെന്ന്? നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടെന്ന് കരുതി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചതാ ശാലിനി. കല്യാണം മുടക്കാൻ ഏതടവും പയറ്റും അവള്. വിഷ്ണുവേട്ടനെ എവിടെയെങ്കിലും കൊണ്ടുപോയി മയക്കി കിടത്തിയിട്ടായാലും അവൾ ഈ കല്യാണം മുടക്കും ആന്റി. എനിക്കിത് ഉറപ്പാ. മതില് മതില് കൊണ്ട് കെട്ടിയതല്ല. അല്ല ഇവിടെ എന്താ? പിന്നെ എങ്ങോട്ടാ പോണ്ടേ? ഇത് മാർക്കറ്റല്ല, ഇത് പച്ചക്കറി മാർക്കറ്റിലെ പിരിവ്. അങ്ങോട്ട് പോവാത്. വിഷ്ണുവേട്ട വരാൻ. ഇത് പച്ചല്ലേ? അത് നീ നേരെ നടക്കുന്നത്. ഇത് ഈ വഴി ഇത് ഞാൻ വരില്ല. ഞാൻ ഇവിടെ ഇല്ല. ഞാൻ പോവാ. ഇങ്ങോട്ട് വരാൻ. ഇവിടെ സുസ്മിത പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാമയെ നീ ചുമ്മാ വെറുതെ. വാ ഭാമേന്റി, ശാലിനിയുടെ വീട്ടിൽ പോയാ അവിടുന്ന് കൈയോടെ കൂട്ടിക്കൊണ്ടുവരാം വിഷ്ണുവേട്ടനെ. വാ പോ. ഭാമേ, സുസ്മിത പറയുന്നിടത്ത് തുള്ളാൻ നിൽക്കല്ലേ നീ. കൊടുക്കാൻഡി, അവളുടെ ചെകിട്ടത്ത് തന്നെ ഒന്ന് കൊടുക്ക. ഇവൾക്കും വിഷ്ണുവിന് വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തു. നീ പോകണ്ട. നീ ഇവിടെ ഉണ്ടാവണം. വിഷ്ണുവിന്റെയും സുസ്മിതയുടെയും കല്യാണം കഴിയുന്നത് വരെ.
എന്തിനാ എന്റെ ഇവളിവിടെ? കാര്യമുണ്ട്. ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദയുടെ മകളെ ഒഴിവാക്കി UK-യിൽ ജോലിയുള്ള രാജശേഖരന്റെ മകളുമായിട്ട് സത്യഭാമ കല്യാണം നടത്തുകയാണെന്ന് ഒരു ശ്രുതിയുണ്ട് നാട്ടിൽ. ഒരു നാവിന്നത് പല നാവിലേക്ക് പോയെന്നിരിക്കും. നാടിന് നീതി നടപ്പിലാക്കുന്ന സത്യഭാമ വീടിനുള്ളിൽ പണം കൊതിക്കുന്ന പലിശക്കാരിയാണെന്ന് ആരും പറയാനിടവരില്ല. ഇവൾ ഒരാളുടെ കുറ്റം കൊണ്ട് തന്നെയാ ഈ വിവാഹം ഒഴിയുന്നതെന്ന ബോധ്യം വരണം എല്ലാവർക്കും. ഇതിനെല്ലാത്തിനും സാക്ഷിയായി ഇവൾ ഇവിടെ തന്നെ വേണം. എന്നാലും ആന്റി, നിനക്ക് ആശങ്കയൊന്നും വേണ്ട സുസ്മിത. പൊന്നിയെ ഞാൻ ഇവിടുന്ന് അങ്ങ് പറഞ്ഞു വിടുക. ഇനി കല്യാണത്തിന് വന്നാ മതി അവള്. പൊന്നിക്ക് പകരമായി പുതിയ ഒരാൾ അടുക്കള നോക്കാൻ എത്തിന്ന് കരുതിയാ മതി. ഇനി മുതലേ ഈ വീടിന്റെ നടത്തിപ്പ് നിനക്ക് സുസ്മിത. നിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഇവളാ. നാളെ നിന്റെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് ഒരുക്കേണ്ടത് ഇവളുടെ കടമയാ. എല്ലാത്തിനും സാക്ഷിയായി ഇവൾ ഇവിടെ തന്നെ വേണം. ഇനി മുതലേ ഈ വീടിന്റെ നടത്തിപ്പ് നിനക്ക് സുസ്മിത. നിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഇവളാ. ഇനി എന്റെയാ. ഇന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? തീരുമാനിച്ചത് ഞാനല്ല, ഭാമാന്റെ അടക്കം എന്റെയും വിഷ്ണുവേട്ടന്റെയും വീട്ടുകാരാ. അതിനപ്പുറം ആരാടി? അതിനപ്പുറം ഒരാളുണ്ട്, വിഷ്ണുവേട്ടൻ. നീ തലകുത്തി നിന്ന് തപസ് ചെയ്താലും വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിനക്കിടം കിട്ടില്ല എന്ന് തീരുമാനിക്കാൻ വരട്ടെ. നീ വിഷ്ണുവേട്ടന്റെ ഭാര്യയായിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു ദിവസം, ഒരേ ഒരു ദിവസം ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ ഒന്നിച്ചു കഴിയാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? അവിടെ ആടി ഒരു പെണ്ണിന്റെ മിടുക്ക്. എന്റെ കയ്യിലേക്കൊന്ന് കിട്ടട്ടെ വിഷ്ണുവേട്ടന്. പിന്നെ സുസ്മിത എന്നൊരു മന്ത്രജപം മാത്രമേ കാണൂ ആ നാവിൽ. അതെ, നിന്നോട് എനിക്ക് ഒരു വൈരാഗ്യം തോന്നുന്നില്ല സുസ്മിത. എന്തെങ്കിലുമൊക്കെ നല്ല ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ടാണല്ലോ നീ വിഷ്ണുവേട്ടനെ ആഗ്രഹിക്കുന്നത്. ആ മോഹം നടക്കില്ലെന്ന് മാത്രം. വിഷ്ണുവേട്ടനെ ഒരു പാവ. ആ മനസ്സില് ശാലിനി മാത്രമേ ഉള്ളൂ. മോഹം അതിര് കടന്നാലേ ശ്രീരാമചന്ദ്രന് പുറകെ നടന്ന് ശൂർപ്പണഖയുടെ അവസ്ഥയാവും നിനക്ക്. മൂക്കും മറ്റവയവങ്ങളും നഷ്ടപ്പെട്ട് നിന്ന് മോങ്ങും. 2 വട്ടം കൂടി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാ എന്റെയും വിഷ്ണുവേട്ടന്റെ കല്യാണോ? പിന്നെ എന്ത് ധൈര്യത്തിലടി നീ നിന്ന് ചലക്കുന്നേ? മുകളിൽ ദൈവം ഉണ്ടെന്ന വിശ്വാസത്തിൽ. സൂര്യൻ ഉദിക്കണമെന്ന് തീരുമാനിക്കുന്നതേ അവിടുന്ന. ചലഞ്ച്? എനിക്ക് എതിരാളിയാവാൻ മാത്രം വളർന്നിട്ടില്ല നീ.
എങ്കിലും നിന്റെ ഒരു സമാധാനത്തിന് ചലഞ്ച്. നമുക്ക് കാണാടി. ഇനി മുതൽ ഞാൻ ആ വിഷ്ണുവേട്ടന്റെ ഭാര്യ. വിഷ്ണുവേട്ടന് മേലുള്ള എല്ലാ അവകാശ അധികാരങ്ങളും എനിക്കായിരിക്കും. അത് പിന്നത്തെ കാര്യമല്ലേ. ഇപ്പോഴേ ഞാൻ ആ വിഷ്ണുവേട്ടന്റെ ഭാര്യ. ഇവിടുത്തെ അവകാശ അധികാരങ്ങളെ എനിക്കാ. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ചൂലെടുക്കണോ ഞാൻ? കാണിച്ചു തരാടി നിന്നെ ഞാൻ. നിന്റെ പേര് വിളിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. എങ്കിലും ഞാൻ മനസ്സറിഞ്ഞ് പറയുക, നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്കണം. മാപ്പ്. അയ്യോ, ഗോപാലേട്ടൻ എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. ആരും ഇല്ലേ ഇവിടെ? നോക്കട്ടെ. വീടെന്തിനാ കാണുന്നത്? ശാരദയ്ക്ക് അൾഷിമേഴ്സിന്റെ അസുഖമൊന്നും ഇല്ലല്ലോ. 30 പവൻ പൊന്നിന് ഈ വീടും ഹോട്ടലും സ്ഥലവും ഒക്കെ എനിക്ക് കൈമാറിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതി എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ, അതുകൊണ്ട് ഈ വീട് 30 പവനുള്ള മുതലുണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണം. എന്ന് വെച്ചാ ഈ വീടിന് ഉപയോഗിക്കാൻ പറ്റുമോ അതോ ജീർണാവസ്ഥയിലാണോന്നൊക്കെ അറിയണ്ടേ എനിക്ക്. തട്ടിൻ പുറത്തെ പലകകളോ തട്ട് മൊത്തമോ മാറ്റാനുണ്ടെങ്കിൽ അതുടനെ മാറ്റണം. ഒപ്പം തന്നെ വാതിലും കൊളുത്തും ഒക്കെ ഉറപ്പുള്ളതാണോ എന്നും പരിശോധിക്കണം. ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ പണിക്കാരെ ഏൽപ്പിക്കാനുള്ളതാ. അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ ആ മുറികളൊക്കെ ഒന്ന് കാണട്ടെ. അല്ല, അത് പിന്നെ മാറ്. അല്ല ശാരദേ, ഇത് ശാലിനിയുടെ റൂമാണെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ശാലിനി എന്താ ഷർട്ടും മുണ്ടുമാണോ ഇപ്പൊ ഇടുന്നത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞേച്ചിയുടെ റൂമെന്ന് പറഞ്ഞാ വിഷ്ണുവേട്ടൻ വരുമ്പോഴേ ഇതേ റൂമാ യൂസ് ചെയ്യുന്നത്. ഓ, ഏട്ടൻ ചുരിദാറും സാരിയൊന്നും അല്ലാണ് ഇന്ന്. വെറുതെ ചൂടാവാതെ ശ്യാമക്കുട്ടി. എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടാവുമ്പോഴേ ഇങ്ങനെ ദേഷ്യമൊക്കെ വരൂ. വേണമെന്നില്ല. വേണമെങ്കിൽ കാണാം. അവിടെ കുറച്ച് പഴങ്ങനിയുള്ള ഇരിപ്പുണ്ട്. പരിഹാസം വേണ്ട ശാരദേ.
ഞാൻ ഇവിടെ വന്നത് ഒരു സംഗതി അന്വേഷിച്ച് തന്നെയാ. ഇപ്പൊ കിട്ടിയില്ലെങ്കിലും അതെന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. വീഴാതെ എവിടെ പോവാനാ? കിട്ടിയാലേ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ രാജേശ്വരി. സോറി, ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അച്ഛനെവിടെ അമ്മേ? അറിയില്ല, നോക്കാം വാ. നാലാള് നോക്കുമെന്ന് കരുതിയ അമ്പലത്തിൽ നടന്നു പോകാമെന്ന് വെച്ചത്. എന്നിട്ടോ ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യുന്നില്ല. മൊത്തം അസൂയക്കാരും അഹങ്കാരികളും വന്നേ. അതെ, എങ്ങോട്ടാ? ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാ. ഓ, അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ പഴയ മുട്ടുവേദനയ്ക്ക് ഇപ്പോഴും ഒരു കുറവും ഇല്ലല്ലേ? എന്റെ മുട്ടിനൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ മോളാ ഹോസ്പിറ്റലില്. അയ്യോടാ, അതാരോ പറഞ്ഞു കേട്ടല്ലോ. അവളുടെ പ്രസവം കഴിഞ്ഞുല്ലേ? ദേ, വേണ്ടവീനം പറഞ്ഞോണ്ടല്ലോ. എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓ, അവൾക്കൊരു ചെറിയ പനി വന്നെന്ന് വെച്ച് നാട്ടുകാരെന്തൊക്കെയാ പറഞ്ഞു പൊലിപ്പിക്കുന്നത്. അല്ല, നിങ്ങളാരാ? നിങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ കോളേജിലെ ലെക്ചറർ രാജീവിന്റെ അമ്മയാ. എനിക്ക് നിങ്ങളുടെ കോളേജും അറിയില്ല, ലെക്ചറേ അറിയില്ല. അല്ല, അപ്പൊ പനമ്പള്ളിയിലെ പ്രിയദർശിനിയല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. മാടമ്പള്ളിയിലെ മനോരോഗിയാന്ന് തോന്നുന്നു. അവളെ ആഭരണം ഒന്ന് നോക്കിയത് കൂടിയില്ല. ആ, അസൂയക്കും കുശുമ്പിനും ഒന്നും മരുന്നില്ലല്ലോ. ആ, അതെ, ഇവിടെ അടുത്തൊരു പാലുകാച്ച് നടത്തുന്ന വീടേതാ? എനിക്കറിയില്ല. അതെ, നീങ്ങി വന്നേ. വാ. മോൻ ഏത് വീട്ടിലേക്കാ പോകണ്ടേ? ഇവിടെ ഹൗസ് വാമിങ് നടന്നൊരു വീടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തന്നെയാണോ? ചർച്ച് റോഡിലാണെന്നാ പറഞ്ഞത്. ആ, ചർച്ച് റോഡ് അത് തന്നെയാ. ആന്റി ഇവിടുത്തെ കാര്യല്ലേ? അല്ല, ആ, ഞങ്ങള് തക്കലക്കാരാ. മോനിവിടാ ജോലി, കോളേജ് ലെക്ചറാ. ആ, അവന്റെ കല്യാണത്തിന് ഇവിടെ വന്ന് നിന്നല്ലേ. ആ. ആന്റി എന്തേലും ഫംഗ്ഷന് പോവാണോ? ഏയ്, അമ്പലത്തിലൊന്ന് പോയതാ. അല്ല, ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോണ്ട് ചോദിച്ചതാ. ഓ, അതിന് ഇതങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ. സിമ്പിളായിട്ട് നടക്കാനേ എനിക്കിഷ്ടം. ആ, കല്യാണം കഴിഞ്ഞു വന്ന മരുമോള് സ്നേഹത്തോടെ നിർബന്ധിച്ചപ്പോ ഞാൻ 1-2 മാല എടുത്ത് ഇട്ടൂന്നേ ഉള്ളൂ. ദേ, അധികം വിളഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആന്റിയോട് പറഞ്ഞു കൊടുക്കും. ഷോ, ഭീരുക്കളാണ് ഇങ്ങനെ എല്ലാത്തിനും പരസഹായം തേടുന്നത്. എന്നോട് നേരെ നിന്ന് മുട്ടാനുള്ള ശേഷി പോലും ഇല്ലേ നിനക്ക്? നീ എനിക്കൊരു ശത്രു അല്ലടി. 2 ദിവസം കഴിഞ്ഞാ വിഷ്ണുവേട്ടൻ എനിക്ക് സ്വന്തം. നീ ഈ പടിക്ക് പുറത്തും. പിന്നെ ഞാനെന്തിനാ നിന്നോട് വിരോധം വെച്ചോണ്ടിരിക്കുന്നേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. നിന്നെ കാണുമ്പോ എനിക്ക് അത്രേ തോന്നുള്ളൂ സുസ്മിത. സത്യം പറഞ്ഞാലേ സഹതാപമുണ്ട്. കുറിയടിച്ച് ആൾക്കാരെയും ക്ഷണിച്ചു തുടങ്ങി. എന്നിട്ടും എന്താടി നിന്റെ ഓവർ കോൺഫിഡൻസ്? ഓവർ കോൺഫിഡൻസ് അല്ലടി, കോൺഫിഡൻസ്. അതിന് കാരണം ഞാൻ ശാലിനിയും നീ സുസ്മിതയാണെന്നുള്ളത് തന്നെ. കഴുതയോടെ
കുതിര മത്സരിച്ച് തോറ്റ ചരിത്രമില്ല സുസ്മിത. ശരി, കഴുതയാവാൻ പോകുന്നതേ ആരാന്ന് നമുക്ക് കാണാം. തൽക്കാലം ആന്റി പറഞ്ഞതുപോലെ നീ എന്നെ ഭംഗിയായിട്ടൊന്ന് ഒരുക്ക്. അയ്യോ, എന്റെ മാല പോയേ, എന്റെ മുല്ലമൊട്ട് മാല പോയേ. ഞാനിതെങ്ങനെ സഹിക്കും? 5 പവനായിരുന്നു. അയ്യോ, അയ്യോ, എന്റെ മുല്ലമൊട്ട് മാല പോയേ. ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ? സമാധാനിക്ക്, ഇത് കുടിക്കും. അയ്യോ, 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 എന്റെ മുല്ലമൊട്ട് മാലേ. അയ്യോ, അയ്യോ, എന്റെ മുല്ലമൊട്ട് മാല. നിങ്ങൾ ഈ ചങ്കിങ്ങനെ ഇടിച്ച് പൊട്ടിക്കാതെ. എന്റെ മാലയില്ലാതെ ചങ്ക് എന്തിനാ എനിക്ക്? അറിയോ, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ എനിക്ക്. ഹൃദയാഘാതം. അയ്യോ, ഇതിന്റെ കാശാര് കൊടുക്കും? 10 രൂപയല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. സത്യം പറയാലോ, നിങ്ങളെ കണ്ടപ്പോ ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയാന്നാ ഞാൻ കരുതിയ. മനസാക്ഷിയുള്ള ഒരു ബൈക്കുകാരനല്ലേ ഇപ്പൊ മാലയും കൊണ്ട് പോയത്. അയ്യോ, അയ്യോ. സുസ്മിത എവിടെ? നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്റെ മോള്. ഇതെന്താ ഷൺമുഖിയോ? എങ്ങനെയുണ്ട് ആന്റി? ദേവതയെ പോലുണ്ട്. ദുർദേവത. മേക്കപ്പ് വളരെ ലൈറ്റായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്കധികം അണിഞ്ഞൊരുങ്ങി നടക്കുന്നൊന്നും ഇഷ്ടമല്ല. സത്യമായി സുസ്മിതേ, നിന്നെ കണ്ടപ്പോ ഞാനങ്ങ് വിചാരിച്ചു പെയിന്റിന്റെ പാട്ടയിൽ വീണതാണെന്ന്. ആന്റി, പ്രീതി, ഭാമേ, സുസ്മിത അഭിപ്രായം ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയല്ലേ പ്രീതി പറഞ്ഞത്? അവൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സുസ്മിതേ, എല്ലാ കാര്യത്തിനും എപ്പോഴും ഭാമയുടെ സഹായം തേടണ്ട. നിനക്ക് വേണ്ടി നീ തന്നെ സംസാരിക്കണം. എനിക്ക് മനസ്സിലായി. പ്രീതിയുടേത് അസൂയല്ലേ? ആ രോഗത്തിന് ചികിത്സയില്ല. വിഷ്ണുവേട്ടൻ പറ, എങ്ങനെയുണ്ടെന്ന് പറ വിഷ്ണുവേട്ടാ. കൊള്ളാം, എക്സലന്റ് ആയിട്ടുണ്ട്. ഗോർജിയസ്, വെരി ബ്യൂട്ടിഫുൾ. മതി മതി, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഡിക്ഷണറി നോക്കുമ്പോ നിനക്ക് നിന്നോട് തന്നെ വെറുപ്പ് തോന്നും. ഫോട്ടോഗ്രാഫർ എവിടെ ആന്റി? ഇപ്പൊ വരും മോളെ. പെട്ടെന്ന് വരാൻ പറ ആന്റി, അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് ഒക്കെ ഡള്ളാവും. ഇങ്ങോട്ടൊന്നു അല്ല, ആശാൻ കൊണ്ടോടെ ഒന്നില്ലേ? ഇങ്ങോട്ട് വാ ആശാൻ. ഇവിടെ ഇരിക്കട്ടെ. എന്തു പറ്റി? വിഷ്ണു ആശാന് മോളോടുള്ള സ്നേഹത്തിന് നീ ക്ലീറ്റസിന് അറിയാം. ഇപ്പം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചിരിച്ചു പിടിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. എന്തുമാത്രം സ്നേഹം ആ ചങ്ങിനുള്ളിൽ ഉണ്ടെന്നറിയാമോ?
അറിയാം ക്ലീറ്റസേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ചില വഴികൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു നടക്കാനാവില്ല. എന്നാലും ഡോ എന്താ അവിടെ? ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ക്യാമറയുടെ പടം മാത്രം കണ്ടിട്ടുള്ളവളോടാണോ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യുന്നത്? ഇങ്ങോട്ട് വാടോ. ഞാൻ ചെല്ലട്ട്, രാക്ഷസി വിളിക്കുന്നിട്ടില്ലേ? തുടങ്ങിക്കോ. ഇപ്പോ ആശാ ഒന്ന് കഴിക്കുന്നു. എനിക്ക് വിഷ്ണുട്ടാ ഒന്ന് കഴിക്കുന്നേ. രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ. അങ്ങനെയല്ല, അഭിമുഖം അഭിമുഖം, മുഖത്തോട് മുഖം. രണ്ടുപേരും ആ കൈ ഒന്ന് ഓർത്ത് പിടിച്ച്. ഒന്ന് കോർത്ത് പിടിക്കുക ആശാന്. ഒരു സെക്കൻഡ്. ഇനി കൂട്ടി ഒന്ന് ചാഞ്ഞെന്ന്. ആശാനെ ആ നടുവിന് ചെറുതായിട്ട് താങ്ങി കൊടുത്തേക്കണേ. ഒരു താങ്ങ കൊടുക്കേണ്ടത്. അതെ, കൈ നശിപ്പിച്ച്. ഡാൻസ് ചെയ്യാനല്ല പറഞ്ഞത്, ഇത് സ്റ്റിൽ ക്യാമറ ആണ്, അല്ലാതെ വീഡിയോ ക്യാമറ അല്ല. നിർത്ത ഇതിനകത്ത് പതിയൂല. ഒന്നുകൂടെ നോക്കാം. ആ ശരി, പൊസിഷൻ നിൽക്കും. ഞാൻ വേറൊരു പൊസിഷൻ പറയാം. പറഞ്ഞു. ഇങ്ങനെ ഇതെങ്ങനെ? അടിപൊളിയല്ലേ? കാളപ്പോരല്ല, കല്യാണത്തിനാണ് പോണത്. ഓരോ മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് വരും. ഇതൊന്നും ശരിയാവൂല. പിന്നെ എങ്ങനെ എടുക്കണം എന്നാ? 20 ഉലുവയോ? താനിവിടെ നിന്ന് കുറെ ഉരച്ചതല്ലേ ഉള്ളൂ. എന്നാ പിന്നെ തനിക്ക് ഇവിടെ ഇരുന്ന് ഉരച്ചാ പോരായിരുന്നു. എന്നെ എന്തിനാ വിളിച്ചത്? ആവശ്യത്തിൽ അധികം ഉണ്ട്, കൊണ്ടുപോയി ഞണ്ണ്. ഇതുകൊണ്ടൊന്നും നന്നാവാൻ പോണില്ല കേട്ടോ. ഇയാളെന്നെ വെച്ചോ. പണിയെടുപ്പിച്ചതും പോരാ, പ്രാക്കും കൂടിയോ? വെറുതെ അല്ല ഓരോരുത്തർ 10-12 ലക്ഷം കബളിപ്പിക്കുന്നത്. മനസ്സിലിരിപ്പ് നന്നാണ്. അത്രയും ലാഭം. ഇങ്ങോട്ട് മാറി നിക്കടി. വിജയലക്ഷ്മി ഒരു മണ്ടിയാണെന്ന് കരുതിയോടി. വിജയന്റെ ഞാൻ എടി അവിടെ ഒരു വിജയാന്റി. ഈ പടി കടക്കാൻ നിനക്ക് എന്താണ് യോഗ്യത? ചായക്കടക്കാരിയുടെ മോളെ ഇത് ഞാൻ അയ്യോ വിജയ്, നീ എന്തായി കാണിക്കുന്നേ? ഒന്നങ്ങോട്ട് മാറി നിൽക്കാൻ. ഇവിടെ കൊല്ലണം കൃഷി കുടിച്ചേട്ടാ. ഇവിടെ കാലം ഞാനിത് ഭ്രാന്ത് കാണിക്കാതെ വിജയ്. അവളെ കൊന്നിട്ട് നീ എന്താ ജയിലിൽ പോവേണോ? അതുകൊണ്ട് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടുമോ? ഞാൻ പിന്നെ എന്ത് വേണമെന്നാ കൃഷി കുടിച്ചേട്ടൻ പറയുന്നത്? ഇവിടെ ഞാൻ വഴിയുണ്ട്. നീ വാ 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 പറയട്ടെ. നോക്കിക്കോ, നിന്നെ വെറുതെ ഇങ്ങോട്ട് പാടി വരാനല്ലേ പറഞ്ഞു. മറ്റന്നാള് കല്യാണമല്ലേ? സുസ്മിതയുടെ കൂടി സാന്നിധ്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. വെഡിങ് കാർഡ് അടിച്ചു കിട്ടിയോ ആന്റി? ഇന്ന് കിട്ടും മോളെ. പഴയത് അടിച്ചത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതിന്റെ ഡേറ്റ് മാറ്റിയാലും മതി. ആന്റി പ്രീതി, അല്ല ഭാമേ, അധികം കാർഡൊന്നും വേണ്ടല്ലോ. നമ്മൾ കുറച്ചു പേരെല്ലാം ക്ഷണിക്കുന്നുള്ളൂ.
അതെ, ആദ്യം ഇതൊന്നും നടന്നു കിട്ടുമെന്ന് അറിയണമല്ലോ. എന്താ പ്രീതി നിനക്ക്? അല്ലമ്മേ, കഴിഞ്ഞ തവണ നാടടച്ച് ക്ഷണിച്ചതല്ലേ, എന്നിട്ടാകെ നാണം കിട്ടും എന്ന് കരുതി ഇനി അങ്ങനെ സംഭവിക്കുമെന്നാണോ? പ്രീതി പറഞ്ഞോട്ടെ ആന്റി, ഈ താലിന്ന്